രംഗത്ത് വിഷയങ്ങൾ മാറി മറിഞ്ഞു വരും. പക്ഷേ സാധാരണ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകും എന്നത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അതുതന്നെയാണ് നിലമ്പൂരിൽ കാണുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ കുറേ നാളുകളായി അനുഭവിച്ചു വരുന്ന വിഷയമാണ് വന്യമൃഗങ്ങളുമായുള്ള സംഘർഷം. അത് ഏതു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥിയുടെ മരണമുണ്ടാവുന്നത്. തുടർ രാഷ്ട്രീയം ആ തരത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നത്. ഇന്ന് മണ്ഡലത്തിൽ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ കൂടിയുണ്ട്. നമുക്ക് അനുമോദ് ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, ഇന്ന് സംസ്ഥാനത്ത് ഈ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇടതുമുന്നണി പ്രതിഷേധം നടത്തുന്നതിലൂടെ ഇതിന് ഉത്തരവാദി പഞ്ചായത്ത് എന്ന് പറയാനാണ് ഇടതുമുന്നണി CPM ശ്രമിക്കുന്നത്. മറുഭാഗത്ത് സർക്കാർ സംവിധാനങ്ങൾക്കെതിരായ സമരവുമായി UDFും BJPയും കളത്തിലുണ്ട്. ഇന്ന് മണ്ഡലത്തിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ്? അതിൻ്റെ രൂപവും രീതിയും എന്തായിരിക്കും? പ്രതിഷേധം അതൊരു പരിധി കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നത്. നമ്മൾ നിൽക്കുന്നത് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ്. നമുക്കിവിടെ കാണാം LDFന്റെ പ്രതിഷേധ മാർച്ച്. അത് തടയുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്ക് 11 മണിയോടെ ആയിരിക്കും LDFന്റെ മാർച്ച് ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് അറിയാനാകുന്നത്. എന്താണെങ്കിലും ബാരിക്കേഡെല്ലാം നിരത്തിവെച്ച് പോലീസ് പഞ്ചായത്ത് ഓഫീസിന് മീറ്ററുകൾക്ക് ഇപ്പുറത്ത് മാർച്ച് തടയും. വലിയ പോലീസിന്റെ സന്നാഹവും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് KSCBയുടെ ഓഫീസിലെ വഴിക്കടവ് KSCBയുടെ ഓഫീസ്. അവിടേക്ക് UDF ആണ് പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെയും വലിയ സന്നാഹങ്ങളെ പോലീസ് നിരത്തിയിട്ടുണ്ട്. 11 മണിയോടെ നിലമ്പൂർ DFO ഓഫീസിലേക്ക് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ധർണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 3 മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും ഇന്ന് വഴിക്കടവ് നിലമ്പൂർ മേഖലകളിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂർ വഴിക്കടവിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF നടത്തുന്ന മാർച്ചാണ്. എന്തുകൊണ്ടാണ് LDF ഈ ഒരു മാർച്ച് നടത്തുന്നത്? കാരണം കൃത്യമായിട്ട് LDFന്റെ വിശദീകരണം ഇപ്രകാരമാണ്. ഇത് UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അനാസ്ഥ, അതാണ് ആ കുഞ്ഞിന്റെ മരണത്തിലേക്ക് വഴിവെച്ചത് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് LDF ഉന്നയിക്കുന്നത്. ഏറ്റവും അധികം കാട്ടുപന്നികൾ ഉള്ള ഒരു മേഖലയായിട്ടാണ് ഈ വഴിക്കടവിനെ കണക്കാക്കുന്നത്. എന്നാൽ ഇവിടേക്ക് ഈ തരത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചിടാനുള്ള തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളോ പഞ്ചായത്ത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. നേരത്തെ കാട്ടുപന്നികളെ വെടിവെച്ചിട്ട ആളുകൾക്ക് അതിന് പണം കൊടുക്കാത്തതിനാൽ അവർ പിന്നീട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയാണ് എന്ന ഒരു ആരോപണം മുൻനിർത്തിയാണ് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFന്റെ മാർച്ച് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF ആകട്ടെ ഈ വൈദ്യുതി ചോർത്തി ഇത്തരത്തിലുള്ള അനധികൃതമായ കെണികൾ ഒരുക്കുന്നതിനെക്കുറിച്ച് KSCBയെ നേരത്തെ തന്നെ വിവരമറിയിച്ചും അവർ അതിൽ ഇടപെട്ടില്ല എന്ന മറ്റൊരു ഗുരുതരമായ ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. അത് ആക്ഷേപിച്ചുകൊണ്ടാണ് UDF KSCB ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ നടപടികൾക്കെതിരായ പ്രതിഷേധമാണ് നിലമ്പൂർ DFO ഓഫീസിലേക്ക് BJP നടത്തുന്ന മാർച്ചിന് ആധാരമായിരിക്കുന്നത്. അത്തരത്തിൽ ഓരോ പാർട്ടികളും പ്രത്യേകിച്ച് എതിർ കക്ഷികളെ കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ കടന്നാക്രമിക്കാനുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ഈ LDFന്റെ മാർച്ചിന്റെ സ്വഭാവം എത്രമാത്രം ഉണ്ടാകുമെന്ന് പറയാനാകില്ല. പക്ഷേ നേരത്തെ MV ഗോവിന്ദന്റെ പ്രതികരണമെല്ലാം കാണുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൊണ്ട് ഈ വിഷയത്തിലുള്ള വലിയ പ്രചരണം ഒരുപക്ഷെ LDF അവസാനിപ്പിച്ചേക്കും. കാരണം ഇത് ഒരു വൈകാരികമായ വിഷയമാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനെതിരെ 2 അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കമായിരിക്കും LDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. മറിച്ച് UDF ആകട്ടെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ ഈ വിഷയം നിലനിർത്തി കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള നീക്കമാണ് UDFന്റെ ഭാഗത്തുനിന്നുള്ളത്. ഞങ്ങളിത് പ്രചരണായുധമാക്കുകയല്ല, പ്രതിരോധിക്കുകയാണ് എന്ന വിശദീകരണമാണ് UDFന്റെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിലും ഈ വന്യജീവി ശല്യം, മലയോര കർഷകരുടെ പ്രശ്നം ഏറ്റവും അധികം ചർച്ചയാകുന്ന ഈ മണ്ഡലത്തിൽ വരും ദിവസങ്ങളിലും UDF ഇത് പല തരത്തിൽ പ്രചരണ വിഷയമാക്കുമെന്ന് ഉറപ്പാണ്. അതാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് മണ്ഡലത്തിൽ വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത് എന്നതാണ്.
ഇടതുമുന്നണിക്കെതിരെ CPM-നെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ ഇത് UDF ആയുധമാക്കുമ്പോൾ സ്വാഭാവികമായും BJP കൂടി അതിൽ കക്ഷി ചേരുന്നു എന്നതാണ്. പക്ഷേ ഇടതുമുന്നണിയും പ്രതിരോധമുയർന്നുണ്ട്. അനുഭവം നിൽക്കുന്ന ആ പഞ്ചായത്തിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇടതുമുന്നണിയുടെ പ്രതിഷേധം വരും. എന്തായാലും ആ ദൃശ്യങ്ങൾ വരുമ്പോൾ നമുക്കതിലേക്ക് വരാം. ഒപ്പം എങ്ങനെയാണ് ഇടതുമുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ വിദ്യാർത്ഥിയുടെ മരണം, അതിൻ്റെ തുടർക്കാര്യങ്ങൾ, ഒരുപക്ഷെ വിദ്യാർത്ഥി മരിച്ചത് KCB ലൈനിൽ നിന്നും ഒരു സ്വകാര്യ വ്യക്തി വൈദ്യുതി മോഷ്ടിച്ചു. ആ മോഷണം ഒരു പന്നിക്കണിക്ക് വേണ്ടിയായിരുന്നു. അതിൽ തട്ടിയാണ് വിദ്യാർത്ഥിയുടെ മരണമുണ്ടായത്. ഒരുപക്ഷെ നേരിട്ട് നോക്കിയാൽ സർക്കാർ ഉത്തരവാദിയല്ലെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഇതിൻ്റെ സ്വാഭാവിക രാഷ്ട്രീയ നഷ്ടം പേറേണ്ടി വരിക ഇടതുമുന്നണിയാവാം, അല്ലെങ്കിൽ ആദ്യം പേറേണ്ടി വരിക ഇടതുമുന്നണിയാവാം. എങ്ങനെയാണ് ഇടതുമുന്നണി ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇന്ന് MV ഗോവിന്ദൻ പ്രതികരിക്കാതെ പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വരും. ഒരുപക്ഷെ ഈ വിഷയം മാറി മറ്റ് വിഷയങ്ങളിലേക്ക് നിലമ്പൂർ വരണമെന്ന ആഗ്രഹം ഇടതുമുന്നണിക്കുണ്ടാവും. എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് ഈ വിഷയത്തിൽ ഇടതുമുന്നണി സ്വീകരിക്കുക? ഇടതുമുന്നണിയുടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനമാണ്. വികസനം, സംസ്ഥാനത്തിന്റെ പൊതുവികസനം, നിലമ്പൂരിന്റെ വികസനവുമാണ് പ്രധാനമായും ഇവിടെ ഇടതുമുന്നണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നത് വസ്തുതയാണ്. ഇവിടെ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ഒരു പോലീസ് കേന്ദ്ര സേനയുടെ ഒരു റൂട്ട് മാർച്ചാണ് ഇതുവഴി പോകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള റൂട്ട് മാർച്ചാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ സുരക്ഷയുടെ ഭാഗമായി കൂടിയുള്ള ഒരു റൂട്ട് മാർച്ച്. ഏതായാലും നിലമ്പൂരിൽ ഈ ഘട്ടത്തിൽ CPM ഇടതുമുന്നണി കാണുന്നത് വികസനം ചർച്ച ചെയ്യണം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ AK ശശീന്ദ്രൻ്റെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം, ഗൂഢാലോചന ആരോപണം, ആദ്യം അത് വരുമ്പോൾ മന്ത്രിക്ക് പറ്റിയ ഒരു നാക്കുപിഴയായി ആണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. പക്ഷേ അതിനുശേഷം തൊട്ട് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞതിൽ ഒന്നുകൂടി കടത്തിയുള്ള നിലപാടാണ് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. ഗൂഢാലോചന തന്നെയുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഉച്ചയ്ക്ക് ശേഷം CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇന്നത്തെ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസ് സമരമൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പോഴും ഈ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നു. ഒന്നുകൂടി കടത്തി അദ്ദേഹം UDF സ്ഥാനാർത്ഥി ആര്യാൺ ഷൗക്കത്തിന്റെ ഗ്രൂപ്പുകാരാണ് ഈ അപകടങ്ങൾ ഉണ്ടായ സ്ഥലത്ത് ഈ മൃഗവേട്ട അടക്കം നടത്തുന്നത് അത്തരം ആളുകളാണ് എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അവിടെ ഒരു ഗൂഢാലോചന നടന്നുവെന്ന് CPM ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ പ്രതികരിക്കാതെ പോകുന്നത് സ്വാഭാവികമായും ഇനി ആ വിഷയം അത്ര കടുപ്പിക്കേണ്ട നിലപാടുകൊണ്ട് തന്നെയാണ്. അതിന് കാരണം UDF ആദ്യഘട്ടത്തിൽ ജ്യോതികുമാർ ചാമക്കാലയാണ് സർക്കാർ സ്പോൺസേഡ് ആക്രമണമെന്ന വാദം ആദ്യം മുന്നോട്ട് വച്ചത്. തൊട്ടു പിന്നാലെ അത് UDF സ്ഥാനാർത്ഥി ആര്യാൺ ഷൗക്കത്ത് ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് രാത്രി ആശുപത്രിക്ക് മുന്നിൽ റോഡ് ഉപരോധിക്കുന്ന രാത്രി അങ്ങനെ ഒരു വാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്നലെ കോൺഗ്രസ് നേതൃത്വം അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. മുതിർന്ന നേതാവ് മുൻ KPC അധ്യക്ഷൻ VM സുധീരൻ സ്വീകരിച്ച നിലപാട് ഇത് രാഷ്ട്രീയം ഉപയോഗിക്കാൻ പാടില്ല, ഇത് മാനുഷിക വിഷയമാണ്, രാഷ്ട്രീയ വിഷയമല്ല. അതുകൊണ്ട് അതിൽ ഉദ്യോഗസ്ഥ തലത്തിലാണ് വീഴ്ച സംഭവിച്ച നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ, പിന്നീട് K മുരളീധരനുമൊക്കെ ആ സമാന നിലപാടുമായി രംഗത്ത് വന്നു. അതോടുകൂടി കോൺഗ്രസ് ഇത് അങ്ങനെ കടുത്ത നിലപാട്, ഇതൊരു സ്വാഭാവിക ചർച്ചയെ വരട്ടെ, അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട, അതൊരു പ്രചരണ വിഷയം ആ രീതിയിലാക്കേണ്ട, ജനങ്ങളുടെ വന്യജീവി മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിന് അപ്പുറത്തേക്ക് ഇത് ഈ ഒരു വിഷയം, പർട്ടിക്കുലർ വിഷയം, കുട്ടിയുടെ മരണം ആരും ഉപയോഗിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തി. അവിടെയാണ് CPM പതിയെ പിന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് തന്നെ വിഷയം അവസാനിപ്പിച്ചാൽ എന്തിനാണ് CPM ഇത് ഏറ്റെടുക്കുന്നത്? സ്വാഭാവികമായി CPM-നെതിരെ ഉയർന്നു വന്ന വിഷയമായി ഇത് മാറുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അതിന് പിന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു വിഷയങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വികസനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരട്ടെ നിലപാടാകാം CPM. അതുകൊണ്ടാകാം ഒരുപക്ഷെ MV ഗോവിന്ദൻ ഇന്ന് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ പോയത്. സ്വരാജ് സ്ഥാനാർത്ഥി നിലപാടും വളരെ വ്യക്തമാണ്. അവിടെ നേരത്തെ പ്രശ്നമുള്ള സ്ഥലമാണ്, അതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിഷയമായി മാറ്റാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നില്ല. മന്ത്രിയുടെ പ്രസ്താവനയിൽ പോലും ആദ്യഘട്ടം മുതൽ സ്വരാജ് അത്ര കടുത്ത നിലപാടിലേക്ക് പോയതുമില്ല. ഏതായാലും ഈ വിഷയം പതിയെ അവസാനിക്കട്ടെ നിലപാടാണ് CPM സ്വീകരിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. 12 മണിയോടുകൂടി വനം മന്ത്രി തന്നെ നേരിട്ട് ഇവിടേക്ക്